ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഒരു സംവിധാനം ആണ് നമുക്ക് യുദ്ധത്തിൽ നിർവഹിക്കാനായിട്ട് കഴിയുന്നെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിരന്തരമായി എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഏറ്റവും നല്ലൊരു ആയുധമാണ് അവർക്ക് ബംഗ്ലാദേശ്. അതുകൊണ്ട് ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനായിട്ടുള്ള ആയുധങ്ങളാക്കി പാകിസ്ഥാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇതേപോലെയുള്ള സംഘങ്ങൾ അക്രമത്തിലേർപ്പെടാനുള്ള സാധ്യതയുണ്ട്, വലിയ സ്ഫോടനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന് തുടർച്ചയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് 360 ഡിഗ്രിയിൽ നിങ്ങളെ അടിച്ച് തരിപ്പണാക്കും എന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്.